ഉണ്ട്. ഈ കൂടെ എടുത്ത് അലക്കി കൊണ്ടുവരാം. എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് വരുന്ന പിടിക്കാം. അതെ, മുണ്ടുകളെല്ലാം ഇപ്പൊ അലമ്പി പിഴിഞ്ഞിട്ടുണ്ട് നല്ല വെള്ളത്തില്. ഇനി നമുക്കിതെല്ലാം ഇതൊരു മുണ്ടും ഈ ഷർട്ടും കൂടെ കൈ കൊണ്ട് വിരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പിന്നെ കൊണ്ടുപോയി വിരിക്കാൻ വിരിച്ചിട്ട് വരാവേ. കാണിച്ചു തരാം. പോരെ, രണ്ടുപേര് വേണം. പോരെ പോര് രണ്ടുപേര് വേണ്ടേ? നീ എങ്ങനെയാ? തൊട്ടി ഇവിടെ കിടക്കട്ടെ. ഇങ്ങോട്ട് പോരെ. നമസ്തേ. നേരെ എളുപ്പമുണ്ട്. നമസ്തേ. ആർക്കും വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഉണങ്ങി പോട്ടെ. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. നല്ല വെയിലാണ്. തീ വെയിലെന്ന് പറയുന്നത്. നല്ല അടുക്കളയിൽ ഇതേ കറി എന്നാ നോക്കിയാ, മീനും ബീറ്റ്റൂട്ട് തോരനും ഒക്കെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് പറഞ്ഞു ചോറും വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. എന്നാൽ തുണി അലക്കുന്നത് കാണിച്ചു തരട്ടെ. കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഒരു ബക്കറ്റ് ഉണ്ട് തുണി. ഒരു ബക്കറ്റ്. അതിൻ്റെ അകത്തേക്ക് ആദ്യമേ നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാവേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തുണി മുക്കി വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അലക്കാം. തുണി അലക്കുന്നതിന് മുമ്പേ നമുക്ക് കല്ലൊന്ന് കഴുകിയാലോ? കല്ലൊന്ന് കഴുകാം. സോപ്പ് പൊടി ഇട്ടേ. കഴുകിക്കളയാം. എന്നാൽ ഇതെല്ലാം നമുക്ക് മുക്കി വെച്ചാലോ? ആദ്യമേ അരമണിക്കൂർ നേരത്തേക്ക് മുക്കി വെക്കാതെ വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാം. വെള്ളം അല്ലെങ്കിൽ മറ്റു കളറും കൂടെ ഇങ്ങനെ കളറ് പിടിക്കും. അതുകൊണ്ട് ഒരു മുണ്ടും ഉണ്ട്. ഡബിൾ മുണ്ടാണ്, ഡബിൾ മുണ്ട്. അവിടെ നമുക്ക് മുക്കി വയ്ക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കലയിൽ അലമ്പി പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മളെ വെള്ളമുണ്ടും ആ ചുരിദാറും എല്ലാം കൂടെ വെള്ള തുണികൾ കുത്തി വെച്ചിട്ട് ഇപ്പം അരമണിക്കൂറായി. എന്നാൽ നമുക്കിനി ഇവിടെ കുത്തി പിഴിയാം കല്ലേ വെച്ച്. നമുക്ക് ബ്രഷ് ഇട്ട് സോപ്പ് ഇട്ടിട്ട് ഒന്ന് തേച്ചെടുക്കാം. കല്ലേലിട്ട് നന്നായിട്ട് ഇത് കുത്തി പിഴിഞ്ഞെടുക്കാവേ.
എനിക്ക് അതിൻ്റെ സമയമായില്ല. ഇത് നമുക്ക് നല്ല വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഇതേലും ഉണ്ടല്ലോ കുറച്ച് ഇത് കണ്ടോ, ഇത് മേക്കപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, കളർ വ്യത്യാസം. ഇവിടെ സോപ്പിട്ട് തിരുമ്മി, നമുക്ക് സോപ്പിട്ട് തിരുമ്മി എടുക്കാം. എന്നിട്ട് ബ്രഷ് ഇട്ട് നമുക്ക് തിരുമ്മി എടുക്കാവേ. ബ്രഷ് ഇരിക്കും, ബ്രഷ് എടുത്തിട്ട് കണ്ടോ നന്നായിട്ട് ചെളി പൊക്കോളൂ ഇങ്ങനെ കുത്തി പിഴിയുമ്പോൾ. ഫുൾ ബോഡി എക്സർസൈസാണ്, കൈകൾക്കൊക്കെ നല്ല എക്സർസൈസ്. കാറ്റൊക്കെ ഉണ്ട് ഇവിടെ, നല്ല വെയിലുമാണ്, നല്ല സുഖമാണ് ഇവിടെ നിന്ന് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ കാറ്റൊക്കെ കൊണ്ട്. വെള്ളം അങ്ങ് മറിച്ചു. അലക്കാം. കൈക്കൊക്കെ നല്ല എക്സർസൈസ് ആണ്, രണ്ട് കൈകൾക്കും ഫുൾ ബോഡി എക്സർസൈസ് ആണ് അലക്ക്. ഇതുപോലെ തുണി അലക്കൊക്കെ ഇങ്ങനെയായിരുന്നു പണ്ട്. അലക്കുന്ന മെഷീനൊന്നും ഇല്ല, അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെയാണ് അലക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ വീടാണ് ഇവിടെ കേട്ടോ, നീറുകളുടെ. അപ്പൊ നീറ് വന്ന് നോക്കുവാണ്, ഇതിൽ നോക്ക് വെട്ടിയിൽ ഇതെന്നതാണ്, ഇതാരാണ് ഇവിടെ പരിപാടി എന്നൊക്കെ നോക്കുവാണ്. നീറ്, ഇതാണ് നീറ്. ഇനി നമുക്ക് അവിടെ ആക്കണേ, നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ വേഗം ഒന്ന് ഉണങ്ങിക്കോളും. കിട്ട ഒരു മണിക്കൂറിനുള്ളിൽ തുണി ഉണങ്ങി കിട്ടും. നമുക്ക് അയയിൽ വിരിക്കാം. എല്ലാം കൂടെ എവിടെ വിരിച്ചിടുവാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ഉണങ്ങി കിട്ടും. പിഴിഞ്ഞിട്ടേക്കുവാണെങ്കിൽ വേഗം ഉണങ്ങിക്കോളും. കണ്ടോ, നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഇലകളൊക്കെ കിടന്ന് അനങ്ങുന്നേ. എല്ലാം വിരിച്ചിട്ട് വെയില അവിടെ. ഇപ്പം ഇത് ഉണങ്ങിക്കോളും വേഗം. ഈ വെയില് നല്ല വെയില.